സുഹൃത്തുക്കളെ, ഇതുകൊണ്ട് ഈ ചെടി അറിയാമല്ലോ, എല്ലാവർക്കും അറിയായിരിക്കാം. ഇതാണ് ഈ ചെടി എന്ന് പറയുന്നത്. ഇതിൻ്റെ കിഴങ്ങ് പാകിയിരിക്കുകയാണ് സാധനം. ഇത് ഇവിടെ ജീവക്കിഴങ്ങെന്നാണ് പറയുന്നത്. ഇതുണ്ട്, ഇതിപ്പോൾ ഞാൻ ശേഖരിച്ച് വെച്ചത് ചെറുതായിട്ട് കിളിച്ചു തുടങ്ങിയതുകൊണ്ട് പിന്നെ ഞാനിവിടെ പാകിയതാണ്. ഇത് മഴക്കാലമാകുമ്പോൾ ഇതിൻ്റെ തണ്ട് ഒടിച്ച് നടാനാണ്. ഇതാണ് ഇനി ഇതിൻ്റെ ഇലയും, ഇത് ജീവക്കിഴങ്ങെന്ന് പറഞ്ഞാൽ ആ ഇലയും ഈ ഇലയും തന്നെ അല്പം സാമ്യമുള്ളതാണ്. പെട്ടെന്ന് തിരിച്ചറിയില്ല. ഇത് എന്ന് പറയുന്നത് പനിക്കൂർക്കയാണ്. കവറിനകത്ത് നട്ടിരിക്കുക, ടെറസിൽ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാനിപ്പം ഉണക്കായതുകൊണ്ട് താഴെ കൊണ്ടുവന്നതാണ്. കണ്ടോ, ഇതിൻ്റെ അറ്റം കണ്ടോ, താമരപ്പൂ പോലെ ഉണ്ടായി നിൽക്കുന്നതാണ്. നല്ല പൂ പോലെ ഉണ്ടായി നിൽക്കുക. ഇലകൾ മാത്രമാണ് ഇല, അടുത്തടുത്തുള്ള ഇല ഒന്നാണ് പൂ വിരിഞ്ഞിരിക്കുന്ന പച്ചപ്പൂ, പച്ച നിറത്തിലുള്ള പൂ പോലെ വിരിഞ്ഞ് നിൽക്കുന്നു. ഇതെന്നും രാവിലെ ഔഷധച്ചെടിയാണെന്ന് എല്ലാവർക്കും അറിയാം, പനിക്കൂർക്ക. ഇത് പനിക്കും ചുമയ്ക്കും കഫക്കെട്ടിനൊക്കെ നല്ലതാണ്. ഞാൻ ദിവസവും രാവിലെ ഈ പച്ചക്കറിക്ക് വെള്ളം ഒഴിക്കാൻ വരുന്ന സമയത്ത് ഇതിലെ ഓരോ ഇല പറിച്ച് ഞാൻ നീര് കുടിക്കും. അപ്പോൾ പനി ഉണ്ടാകാതെ നമുക്ക് നോക്കാം. കഫക്കെട്ട് ഇതൊക്കെ ഞാൻ സൂക്ഷിക്കും. ഒന്നാമത് ഞാൻ പാട്ട് പാടി അപ്ലോഡ് ചെയ്യുന്നതാണ്, അപ്പോൾ എൻ്റെ തൊണ്ട എപ്പോഴും ക്ലിയർ ആയിരിക്കണം. ഓക്കെ, മറ്റേ ചെടി ഇതാണ്. ഇത് ജീവക്കിഴങ്ങ്. ജീവക്കിഴങ്ങ്. മറ്റേത് പറഞ്ഞത് പനിക്കൂർക്ക.